ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വ്ളോഗ്. യൂഷ്വലി നമ്മളുടെ ചാനലില് ട്രാവൽ വ്ളോഗാണ് ഇപ്പൊ ഉള്ളതിലൊക്കെ ഇട്ടിട്ടുള്ളത്. കൂടുതലും ട്രാവൽ വ്ളോഗാണ്. ഇന്നത്തെ ഡേയില് നമ്മൾ ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് ഇന്ന് വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ കുക്കിംഗ് വ്ളോഗിനകത്ത് ഞാനല്ല കുക്ക് ചെയ്യുന്നത്, എന്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡാണ്, ടൈസൺ ടൈറ്റസ് ആണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും കുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങള് എവിടെയായി പോകുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ കുക്ക് ചെയ്യുന്നത് നമ്മുടെ റൂമിലല്ല, നമ്മുടെ ഫ്രണ്ട്സിന്റെ റൂമിലാണ്. അതെ, ഹസ്ബൻഡ് ഭയങ്കര സ്പെഷ്യൽ ഒരു ഷെഫ് ആയത് കാരണം ഇവിടുന്ന് അപ്പോയിന്റ്മെന്റ് എടുത്ത് അങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുകയാണ്. അപ്പോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്രാബാണ്. ക്രാബിന്റെ കറിയാണ് വെക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ക്രാബ് വാങ്ങിച്ചിട്ട് വേണം അവിടെ ചെന്നിട്ട് കറി വെക്കാൻ. ഇപ്പൊ ടൈസ, നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്ന ക്രാബ് കറി ടൈസന്റെ ഒരു സിഗ്നേച്ചർ ഡിഷ്. എവിടെ നിന്നാണ് ഈ കറി വെക്കാൻ പഠിച്ചത്? എവിടെയുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നുമില്ല, തന്നെ അങ്ങ് പഠിച്ചു അല്ലേ? അത്രേ ഉള്ളൂ. ആൻഡ് നീ ഇതുവരെ ടൈസന്റെ ക്രാബ് കറി കഴിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇഷ്ടാണോ? കൊള്ളാം അല്ലേ? ഓക്കെ, അപ്പൊ നീ എക്സൈറ്റഡ് ആണോ ഇന്ന് ക്രാബ് കറി കഴിക്കാൻ വേണ്ടിട്ട്? ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയിപ്പോ ക്രാബ് വാങ്ങാൻ പോകുന്നതിന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അബുദാബിയിലുള്ള അൽഫോസൻ മാളിൽ നിന്നാണ് നമ്മൾ ക്രാബ് വാങ്ങുന്നത്. നമ്മൾ വാങ്ങുന്നത് ഫീമെയിൽ ക്രാബാണ്. ഇതാകുമ്പോൾ കുറച്ചുകൂടെ മാംസമൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണ് ഇത് വാങ്ങുന്നത്. നമ്മൾ കറി വെക്കാൻ പോവാണ്. എല്ലാ സാധനവും ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത്. ഇത് നമ്മൾ കുക്ക് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഈ രീതിയിൽ ഉണ്ടാക്കുന്നത് നമുക്ക് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. യൂഷ്വലി കറി ഉണ്ടാക്കുമ്പം കുറച്ച് സ്പൈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇപ്പൊ നമ്മളുള്ളത് നമ്മുടെ ഫ്രണ്ട്സിന്റെ റൂമിലാണ്. അവർക്ക് അങ്ങനെ ഒത്തിരി സ്പൈസി ആയിട്ട് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തേങ്ങ അരച്ച രീതിയിൽ വെക്കുന്നത്. ഇനി പറ്റുവാണെങ്കിൽ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ, അതായത് സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്ന രീതിയിലും ഒരു പ്രാവശ്യം വീഡിയോ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ 2 പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. കുറവ് എരിവാണ് നമ്മൾ ഈ കറിക്ക് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 പച്ചമുളക് മാത്രമേ നമ്മളിപ്പോൾ എരിവിനായിട്ട് ഇട്ടിട്ടുള്ളൂ. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും അത്യാവശ്യം വയന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനിയും കറിവേപ്പിലയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. ഇനി ഇത് കറി കുറച്ചുകൂടെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്കിന് ലേശം കൂടി നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചേർത്തിരിക്കുന്നത് തേങ്ങയുടെ അരപ്പാണ്. അതിൽ നമ്മൾ തേങ്ങ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 അല്ലി കൊച്ചുള്ളിയുണ്ട്, ജീരകമുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. ഇത് നന്നായിട്ട് അരച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അരപ്പ് നന്നായിട്ട് ചേർത്തതിന് ശേഷം നമ്മൾ പുളിയാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ വാളംപുളിയാണ്. നമ്മളുടെ നാട്ടിൽ ഏരിയയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വാളംപുളിയാണ് മീൻ കറിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. കുറച്ച് മാത്രം വാളംപുളി നമ്മൾ ചേർത്തിട്ടുള്ളൂ, കാരണം നമ്മൾ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് കാരണം ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 അല്ലി വരുന്ന രീതിയിലാണ് നമ്മൾ വാളംപുളി ചേർത്തിരിക്കുന്നത്. ബാക്കി നമ്മൾ തക്കാളി, ഒരു വലിയ തക്കാളിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കിലോളം ക്രാബാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എടുത്തു വച്ചിരുന്ന കറിവേപ്പിലയാണ് ഇപ്പം ആഡ് ചെയ്യുന്നത്. ഇതുവരെ കറിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഇപ്പോൾ ചേർക്കുന്നത്. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കുക. എരിവിന് വേണ്ടിയിട്ട് ആദ്യം 2 ചില്ലി മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ.
അത് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് കുറച്ചുകൂടി കുരുമുളകാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. അത് മാൻഡേറ്ററി അല്ല, എരിവിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചൊരു എരിവും കൂടി വേണം എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. ഇനി കുറച്ച് നേരത്തേക്കിന് ഇത് തിളയ്ക്കാനായിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ക്രാബാണ് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോരോ ക്രാബായിട്ട് അതിലേക്ക് ഇടുവാണ്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ മുഴുവൻ ഞണ്ടും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് യോജിപ്പിച്ചെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടച്ചു വയ്ക്കുക. ഇത് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇതിനകത്തിപ്പോൾ വെള്ളം അത്യാവശ്യം കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇനി വറ്റി വരണം. ഇതിപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ളൊരു ഗ്രേവി ആയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ആയി എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ അങ്ങനെ കുക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന റൂമിൻ്റെ ഓണറിനെ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ ഓണറിനെ കാണിച്ചു തരാം. ആളെങ്ങനെയാണ്, കഴിച്ചിട്ട് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ ഞാൻ ശരിക്കും അവളുടെ ലൈവ് റെസ്പോൺസാണ് നിങ്ങളെ കേൾപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം കോപ്പി റൈറ്റിന് സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാനത് അവിടെ മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവൾ അങ്ങനെ ഇത് കഴിച്ചിട്ടില്ല, ക്രാബ് കഴിച്ചിട്ടില്ല. ഒരുപാട് സ്പൈസിയും അല്ല, അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒത്തിരി എരിവില്ലാന്നും ഉപ്പൊക്കെ കറക്റ്റാണെന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഞാനും പോയി ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയായിട്ടുണ്ട്, രാത്രി 12 മണി. നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് സമയം പോയത് സത്യം പറഞ്ഞാൽ അറിയുന്നതേ ഇല്ല. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല വിശന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കപ്പേൻ്റെ കൂടെയാണ് നമ്മൾ കഴിച്ചത്. കപ്പയും ക്രാബും കൂടിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് വിശന്നിട്ട് കഴിക്കാനുള്ള ആക്രാന്തം കൊണ്ടും വ്ളോഗിൻ്റെ ഇടയ്ക്ക് ഒന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി ഞാൻ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പൊതുവേ അങ്ങനെ സ്പൈസിയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അതായത് റോസ്റ്റ് ചെയ്യുന്നതാണ് ക്രാബ് എനിക്കിഷ്ടം. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കല്യാണത്തിന് മുന്നേ വരെ ഞാനങ്ങനെ ക്രാബ് ഒന്നും കഴിച്ചിട്ടേ ഇല്ലാത്ത ഒരാളാണ്. അവിടെ എൻ്റെ വീട്ടിൽ അങ്ങനെ അവിടെ ആ ഒരു സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഈ ക്രാബ് അത്ര ഫേമസ് ഒന്നുമല്ല. അങ്ങനെ ഞാൻ കഴിച്ചിട്ടുമില്ല. പക്ഷെ കല്യാണത്തിന് ശേഷമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. അങ്ങനെ കഴിച്ചതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ്. ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സ്പൈസിയാണ് കുറച്ചുകൂടി ഇഷ്ടം. മീൻസ് കറിക്ക് കുറച്ച് സ്പൈസി നമ്മൾ കുറച്ചിട്ടുണ്ടായിരുന്നു. കപ്പയ്ക്ക് അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബാലൻസ് ആയി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ ഒരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനു മുൻപ് please do like, share and subscribe my channel. I hope you guys enjoyed this vlog. Thanks for watching. See you all in next vlog. Bye bye.